സ്തോത്രം സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് അല്പനേരം ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:30 ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യഹൂദയിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ടു. ഇന്ന് പകൽ ഹല്ലേലൂയ ചില കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ ആമേ സ്തോത്രം, അത് ആ ക്യാഷ് ആ വ്യക്തിയുടെ ഇരിക്കുന്ന സകല സാമ്പത്തികവും പിടിച്ചു വാങ്ങി ഉപദ്രവിച്ച് ആമേ വിട്ടുകളയാറുണ്ട്. ആമേ തിരുവചനം പഠിച്ചാൽ അറിയാം. ആമേ സ്തോത്രം, പോകുന്ന വഴി ആമേ സ്തോത്രം റിയലായുള്ള വഴിയല്ല. ആമേ സ്തോത്രം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിടിച്ചു കഴിയുന്ന സ്ഥലത്ത് കൂടിയാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത്. മനുഷ്യൻ വ്യക്തമായിട്ട് അറിയാമായിരുന്നു പോകുന്ന വഴിയിൽ കൂടി എന്തെങ്കിലും സംഭവം ഉണ്ടാകും എങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതൊന്നും വഹവെട്ടാതെ, അതൊന്നും പ്രശ്നമാക്കാതെ ആ മനുഷ്യൻ പ്രശ്നങ്ങൾ നിറഞ്ഞ വഴിയിലേക്ക് പോകുമ്പോഴാണ് ആമേ സ്തോത്രം സാമ്പത്തികത്തിന് വേണ്ടി ചിലർ ഈ മനുഷ്യനെ ആക്രമിച്ചു. ഈ മനുഷ്യനെ അവൻ വസ്ത്രം വലിച്ചു കയറി ഉപദ്രവിച്ചു. അർത്ഥപ്രാണനായി ആമേ സ്തോത്രം ഇട്ടിട്ട് പോയി. ഇന്ന് പകലും ആമേ സ്തോത്രം അലറുന്ന സിംഹമെന്ന സാത്താൻ ആമേ സ്തോത്രം ഹല്ലേലൂയ അനേക മനുഷ്യരെ പിച്ചു ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെ പ്രാണനെ ചുറ്റി ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ വൈകുവേളയിൽ ഈ ഫേസ്ബുക്ക് കൂടി ലൈവ് കാണുന്ന നിങ്ങളോട് പരിശുദ്ധ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായി മാറണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഉപമ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ആമേ സ്തോത്രം പോകത്തുകൂടെ പോയി. ആമേ പോയത് കൊണ്ട് കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഉപദ്രവമുണ്ടായി. അർത്ഥപ്രാണനായി വിട്ടയിച്ചിട്ട് പോയി. ബൈബിൾ പറയുന്നതിന് വിരോധമായി ഞാനും നിങ്ങളും പോയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കള്ളന്റെ കയ്യിൽ അകപ്പെടാറുണ്ട്. കള്ളൻ ആരാണ്? സാത്താൻ. അവൻ ആമേ അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും അത്രേ വരുന്നതെന്ന് തിരുവചനം പറയുന്നു. കള്ളന്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ ഇന്ന് പകലും ഈ വൈകവേളയിലും കർത്താവ് യേശു ക്രിസ്തു നമ്മള് ആമേ സ്തോത്രം ആമേ സ്തോത്രം ആമേ ഹല്ലേലൂയ ആമേ പ്രൊട്ടക്ട് ചെയ്യട്ടെ. എത്ര പേർക്ക് ഈ വൈകവേളയിൽ സന്തോഷമുണ്ട്? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെ കറണ്ട് പെട്ടെന്ന് പോയി ലൈവിൽ കാണുന്നവർ ആമേ സ്തോത്രം ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ചേ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാൽ ആ മനുഷ്യന്റെ അവയെ സ്തോത്ര കയ്യിലുള്ള സകല അവയെ സാമ്പത്തികവും പിടിച്ചു വാങ്ങിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എങ്കിൽ ബൈബിൾ പറയുന്നു അർത്ഥപ്രാണനായി ഇട്ടിട്ട് പോയി. ഇന്ന് പകൽക്കാലം ഈ വൈകവേളയിൽ പരിശുദ്ധാത്മാവിൻ നിന്നെ നോക്കി ദൂത് പറയുന്നു. ചിലപ്പോൾ കൊറോണ വൈറസിനാൽ അർത്ഥപ്രാണനായിരിക്കാം, ചില രോഗത്തിൽ അർത്ഥപ്രാണനായിരിക്കാം, ചില പ്രശ്നത്തിൽ നീ ആവേശത്തിൽ അർത്ഥപ്രാണനായിരിക്കാം. നിന്നെ കൈ വിട്ടിട്ട് പോകുന്ന അവൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, അത് കർത്താവ് യേശു ക്രിസ്തു. പല ദൈവങ്ങളും വഴിയിലിട്ടിട്ട് പോകുമ്പോൾ, ഈ നീ വേദനയിലിരിക്കുമ്പോൾ, ഈ പ്രശ്നത്തിലിരിക്കുമ്പോൾ, ഈ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ നിന്നെ കൈ വിട്ടിട്ട് പോകുകയില്ല. കർത്താവ് ഒരു മൂവ് പറയുകയാണ്. അത് വായിച്ചാട്ടെ. വായിച്ചേ. എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു. വസ്ത്രം പോലും ഉടുക്കാൻ കൊടുത്തില്ല. വസ്ത്രം അഴിപ്പിച്ചു അവനെ ഉപദ്രവിച്ചു. അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. പകുതി ജീവനായി അവനെ വിട്ടിട്ട് പോയി. ഹല്ലേലൂയ. വായിച്ചേ. ആ വഴിയായി ഒരു പുരോഹിതൻ കടന്നുവെന്ന് തിരുവചനം പറയുന്നു. ഈ കാലഘട്ടത്തിലും നമുക്കറിയാം പുരോഹിതന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ ആമേ സ്തോത്രം കടന്നു വരും നോക്കുമ്പോൾ അവന്റെ കയ്യിൽ പോക്കറ്റും ബലമുണ്ടെങ്കിൽ വലിയ കാറിലാണ് വരുന്നതെങ്കിൽ ദൂത് പറയുന്ന പുരോഹിതന്മാർ പാസ്റ്റർമാർ ഈ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ സ്തോത്ര കാഴ്ച കൊണ്ട് ദശാംശം കൊണ്ട് വീട് കയറി ഇറങ്ങുന്ന ആമേ പുരോഹിതന്മാരുള്ളപ്പോൾ അവരുടെ മുഖത്തേക്കല്ല ഇന്ന് ഈ സന്ദേശത്തിൽ നീ നോക്കേണ്ടത്. നസ്രയനായ യേശുവിന്റെ മുഖം
മുഖത്തേക്ക് നോക്ക്. ഹല്ലേലൂയ. അവൻ വടിയിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം സ്തോത്രം മനുഷ്യന്റെ മുഖം നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, മനുഷ്യൻ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആ മനുഷ്യൻ വളരെ പ്രതീക്ഷയോട് ആ വഴി കിടക്കുക. അർത്ഥപ്രാണനായി കിടക്കുമ്പോൾ ആ മനുഷ്യന് വളരെ സന്തോഷമുണ്ടായി. നോക്കിയപ്പോൾ ഒരു പുരോഹിതൻ കടന്നു വരുന്നു. ഈ പുരോഹിതൻ കടന്നു വന്നപ്പോൾ മനുഷ്യൻ വിചാരിച്ചു, എന്നെ ഇപ്പോൾ ഈ പുരോഹിതൻ സഹായിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ ഈ പുരോഹിതൻ സഹായിക്കാതെ അതുവഴി കടന്നുപോയി. വായിച്ചേ ആ വഴിയായി യാദൃച്ഛിക ഒരു ലേവ്യനും കടന്നു വന്നു. ആ ലേവ്യനും ലേവ്യന്റെ വഴിക്ക് പോയി. വായിച്ചേ. യാദൃച്ഛിക ഒരു പുരോഹിതൻ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിപ്പോയി. ഒരു ശമരിയക്കാരനോ ഈ സന്ധ്യ സമയത്ത് നിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട്, നിന്റെ പ്രതിസന്ധികൾ കണ്ടിട്ട്, നിന്റെ വേദനകൾ കണ്ടിട്ട്, ആവേശത്തിൽ നിന്റെ മരണസ കണ്ടിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. നീ ഏത് മേഖലയിലിരുന്നാലും ഏത് പ്രതിസന്ധിയിലിരുന്നാലും ഇന്ന് പകൽ ഈ സന്ധ്യ സമയത്ത് ലൈവ് കാണുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പുരോഹിതൻ മാറിപ്പോകും കണ്ടിട്ട് നീ ആശ്രയിച്ച മനുഷ്യർ അതെ മാറിപ്പോകും, ലേവ്യന്മാർ മാറിപ്പോകും. എങ്കിൽ അടുത്തൊരുവൻ അതുവഴി വരുന്നു, അവൻ മാറിപ്പോകത്തില്ല. അവൻ നസ്രയനായ യേശു അത്രേ. വായിച്ചേ. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്, അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കാരണം മനസ്സലിയാൻ ഒരു കാരണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സകലമായ മനുഷ്യനായി പെണ്ണായി പിറന്ന സകലർക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി അവസാന തുള്ളി രക്തം ഊറ്റി തന്നു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പകലും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവായ യേശു. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ രക്തം കുളിച്ച് കിടക്കുമ്പോൾ അവൻ മരണസരിക്കുമ്പോൾ അവന്റെ പ്രാണൻ ഇപ്പോൾ ഏത് നിമിഷങ്ങൾ വിട്ടുപോകുമെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവനെ കൈവിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാൽ അറിയാം. അവനെ വായിച്ചേ. മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു. എണ്ണ മുറിവിനെ കാണിക്കുന്നു. സകല മുറിവുകൾക്കും സ്തോത്രം അഭിഷേകമാകുന്ന എണ്ണ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് പുരട്ടി സ്തോത്രം അവന് വീഞ്ഞും കൊടുത്തു. പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. അവന്റെ മുറിവുകളെ എത്ര വലിയ മുറിവുകളായാലും കെട്ടുവാൻ കഴിവുള്ള സർവശക്തനായ യേശു ഇന്ന് പകലും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അകത്ത മുറിവാണെങ്കിലും പുറത്ത മുറിവാണെങ്കിലും അവൻ കെട്ടുവാൻ ശക്തനായ കർത്താവ് ഇന്ന് പൈകവേളയിൽ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി. അവൻ തന്റെ വാഹനത്തിൽ കയറ്റി. നമുക്കറിയാം, ഒരു ആക്സിഡന്റ് പറ്റി കിടന്നാൽ ആരെയും പെട്ടെന്ന് ആരും വാഹനത്തിൽ എടുത്ത് കയറ്റാറില്ല. അവർ പറയും എന്റെ വണ്ടി 5 ലക്ഷം, അവർ പറയും എന്റെ വണ്ടി 10 ലക്ഷം. അവൻ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ് വണ്ടി കിടക്കുന്ന, രക്തം കുടിച്ച് കിടക്കുന്ന, രക്തത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ സകലമായ മുറിവ് പറ്റി കിടക്കുന്ന, അസ്ഥികൾ ഒടിഞ്ഞു കിടക്കുന്ന ഈ അർത്ഥപ്രാണായ മനുഷ്യനെ ഒരുമാതിരിപ്പെട്ട് ആരും വാഹനത്തിൽ കയറ്റുകയില്ല. ഇന്ന് ഈ ലൈവിൽ കാണുന്ന നിന്നോട് പരിശുദ്ധ പറയുന്നത്, ആവേശത്തിന്റെ വാഹനം എത്ര വില കൂടിയതാണെങ്കിലും വഴിയിൽ കിടക്കുന്ന ഒരുവനെ നീ ആവേശത്തിൽ ആശ്രയം കൊടുത്തില്ലെങ്കിൽ, വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, അപകടം പറ്റി കിടക്കുന്ന മനുഷ്യനെ നീ നിന്റെ വാഹനത്തിൽ കയറ്റിയില്ലെങ്കിൽ, നീ ഒരു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, നീ ഒന്ന് കൈത്താങ്ങിയില്ലെങ്കിൽ, നിന്നെ മകനെന്നോ മകളെ യേശുവിന്റെ മകനെന്നോ മകളെന്നോ വിളിക്കുവാൻ സ്തോത്രം അനുവാദമില്ല. കർത്താവ് പഠിപ്പിച്ച ഉപമാത സ്തോത്രം കർത്താവ് ആരെ കൈവിടുകയില്ല. സ്തോത്രം നിന്റെ പേഴ്സ് നോക്കി, വാഹനത്തിന്റെ വലിപ്പം നോക്കി നീ സ്തോത്രം മാറിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, സ്തോത്രം നീ കൈവിട്ട് കളയരുത്. അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഹല്ലേലൂയ. ആ നല്ല ശമരിയക്കാരനായവൻ സ്തോത്രം താഴെ ഇറങ്ങി തന്റെ വാഹനത്തിലേക്ക് കയറ്റി സ്തോത്രം വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ, അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. നല്ല ശമരിയക്കാരനായ ആ മനുഷ്യന്റെ കയ്യിൽ 2 വെള്ളിക്കാശ് ഉണ്ടായിരുന്നു. ആ കാശെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന് വേണ്ടുന്ന എല്ലാ ചികിത്സയും ചെയ്യണം. ഞാൻ കെട്ടി സ്തോത്രം മുറുക്കിയിട്ടുണ്ട് മുറിവുകളൊക്കെ, പക്ഷേ ഇനി അസ്ഥികളൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്. സ്തോത്രം അസ്ഥികൾ എന്തെങ്കിലും ഒടിവുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ കമ്പി കോൺക്രീറ്റ് ഇടണം. അത് മാത്രമല്ല കമ്പി ഇടണം.
എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും ചികിത്സിക്കണം, അവന് സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം, അവന് വേണ്ടുന്നതെല്ലാം ചെയ്യണം. അവൻ സ്തോത്രം പോരാതെ വന്നാൽ, അവൻ സ്തോത്രം പോരാതെ വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അവൻ സ്തോത്രം നീ വല്ലതും ചെയ്താൽ നിനക്ക് ഞാൻ തരാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ലൈവിൽ കാണുന്ന നിന്നോട് പരിശുദ്ധ ദൈവനാമത്തോട് നീ സ്തോത്ര കാഴ്ച കൊടുത്തെങ്കിൽ, അവൻ ദശാംശം കൊടുത്തെങ്കിൽ, കർത്താവ് പറയുന്നു തന്റെ മക്കൾക്ക് വേണ്ടി നീ കൈ നീട്ടിയെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ദൈവദാസന്മാർക്ക് അവൻ ദൈവമക്കൾക്ക് വേണ്ടി കൈ നീട്ടിയെങ്കിൽ, കർത്താവ് പറയുന്നു നീ പിറുപിറുക്കണ്ട, ഞാൻ മടങ്ങി വരുമ്പോൾ അത് നിനക്ക് തന്നോളാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എത്ര മുടക്കിയാലും അതിന്റെ 100 മടങ്ങ് എന്റെ കർത്താവ് വരുമ്പോൾ മടങ്ങി വരുമ്പോൾ തരും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു കർത്താവുടെ ഗംഭീരനാദവും പ്രതിയദൂതന്റെ ശബ്ദവും കാഹളനാദത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുൻപേ ഉയർത്തി ജീവനോടെ ഇരിക്കുന്ന ഓരോരുത്തർ മധ്യാകാശത്ത് കർത്താവിനെ വരവേൽക്കുവാൻ ആമേൻ സ്തോത്രം കാലമായി. ഈ യുദ്ധങ്ങളും ആമേൻ സ്തോത്രം അല്ലെങ്കിൽ ഈ പ്രകൃതിക്ഷോഭങ്ങളും ഈ കടൽ ആമേൻ സ്തോത്രം കോപമായി നിൽക്കുന്നു. ആമേൻ സ്തോത്രം പോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നു. ഇതെല്ലാം ബൈബിൾ പറയുന്നു. യുദ്ധവും ആമേൻ സ്തുതികളും നിങ്ങൾ കേൾക്കും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഹല്ലേലൂയ. പകർച്ചവ്യാധികളുണ്ട്. അനേകം ഈ സമയത്തും മരണം കാത്തുകൊണ്ട് കിടക്കുമ്പോൾ ഇന്ന് വൈകവേളയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വാതിക്കലാണ്. ഈ സർവ്വ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല ശമരിയക്കാരൻ പറഞ്ഞു ഞാൻ 2 വെള്ളിക്കാശ് തന്നിട്ട് പോകയാ, പക്ഷേ എന്തെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് നീ ചിലവായാൽ നീ പിറുപിറുക്കണ്ട, നീ ഭാരപ്പെടണ്ട, സകല ബില്ലും നീ സൂക്ഷിച്ചു വച്ചോ, സകല ബില്ല് ഞാൻ ആവേശത്തോടെ വാങ്ങിക്കൊള്ളാം, വാങ്ങിയിട്ട് നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ മടക്കി തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നുപോലും കുറയ്ക്കത്തില്ല, സകലതും ഞാൻ മടക്കി തരും. അതാ യേശുക്രിസ്തു പറഞ്ഞ നല്ല ഉപമ. ഈ കാലഘട്ടത്തിൽ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നവരെ, ദൈവനാമത്തിലൂടെ നിൽക്കുന്നവരെ, ദൈവനാമത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരെ, നിനക്ക് എന്ത് കിട്ടിയെന്ന് നീ ചോദിച്ചേക്കാം. കർത്താവ് പറയുന്നു ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് തരേണ്ട കൂലി, ഈ ലോകത്ത് വെച്ച് നീ ചെയ്തതിന് നിനക്ക് കൂലി തരാൻ ശക്തനായ ദൈവമാണ്. നിന്റെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുവെങ്കിൽ, നിന്റെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും രോഗിയായി കിടക്കുന്നുവെങ്കിൽ, നിന്റെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും തകർന്നു കിടക്കുന്നുവെങ്കിൽ നീ പോയി കൈ താങ്ങ്. നിന്റെ ബാങ്ക് ബാലൻസ് നോക്കാതെ, നിന്റെ പോക്കറ്റിന്റെ മണി നോക്കാതെ നീ പോയി കൈ താങ്ങിയാൽ ഈ ലോകത്തിൽ നിനക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, യേശു പറയുന്നു ഞാൻ മടങ്ങി വരുമ്പോൾ നീ സകലതും സൂക്ഷിച്ചു വെച്ചോ, അതിന് ഞാൻ നിനക്ക് മറുപടി തരുമെന്ന്, അല്ലെങ്കിൽ പ്രതിഫലം തരുമെന്ന് പറഞ്ഞൊരു അരിമനാഥൻ ഇന്ന് ഈ വൈകവേളയിൽ നമ്മോടുകൂടെയുണ്ട്. ലൈവിൽ കാണുന്നു നിങ്ങളോട് പരിശുദ്ധ പറയുന്നു ആമേൻ സ്തോത്രം. കർത്താവിന്റെ നാമത്തിനോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്ത് കൊറോണ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാണ് ആരെങ്കിലും പട്ടിണിക്കിരിക്കുന്നെങ്കിൽ നീ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് കൊട്, നിന്റെ പോക്കറ്റിലുള്ളത് ചിലവാക്ക്. ആമേൻ സ്വർഗ്ഗത്തിലെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് നിനക്കും തരും, മടങ്ങി വരുമ്പോഴും തരാം. ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഈ വൈകവേളയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? വായിച്ചേ. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന്. എനിക്കും നിങ്ങൾക്കും ആവേശോത്രം. ഹല്ലേലൂയ. എല്ലാവരും കൈവിടുമ്പോൾ ഒരുവൻ ആവേശോത്രം നമുക്ക് വേണ്ടി, ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അവനായിരിക്കും യാഥാർത്ഥിക സുഹൃത്ത്. പുരോഹിതൻ കണ്ടിട്ട് മടങ്ങിപ്പോയപ്പോൾ, ലേവ്യൻ കണ്ടിട്ട് മടങ്ങിപ്പോയപ്പോൾ നല്ല ശമരിയക്കാരനായ ക്രിസ്തു ആമേൻ സ്തോത്രം അവനെ എടുത്ത് വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു. ഭക്ഷണവും അവന് വേണ്ടുന്ന ട്രീറ്റ്മെന്റും എല്ലാം ചെയ്ത ആരാകുന്നു നിങ്ങളുടെ സുഹൃത്തെന്ന് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ഒരു ഉപമയായി ഇന്ന് വൈകവേളയിൽ നമ്മോട് ചോദിക്കുന്നു. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പറയും അതെ, ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു, പക്ഷേ ഒന്നിനും രക്ഷയില്ലായിരുന്നു. ഐസിയിൽ കിടക്കുമ്പോൾ കൊറോണ വൈറസിന്റെ ബാധ്യതയാൽ മരണം കണ്ടു കിടക്കുമ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് വേണ്ടി സൗഖ്യം തരാൻ ആരുണ്ട്, എനിക്ക് വേണ്ടി ഒരു
വിടുതൽ തരാൻ ആരുണ്ട്? ഇന്ന് ഈ വൈകുകൾ നിന്നോട് പറയുന്നു, കർത്താവ് പറയുന്നു, കർത്താവായ യേശു നല്ല സമയക്കാരൻ നിന്നെ കൈവിടില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ കിടക്കുന്ന കിടപ്പിൽ യേശുവേ എനിക്കൊരു മടക്കി വരുത്തം തരണമേ, എന്റെ ജീവനെ മടക്കി തരണമേ എന്ന് ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ നീ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് 100% മാറ്റം വരുത്തി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ്. മരണത്തെ ജയിച്ചവൻ, കല്ലറകളെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, സേനകളെ ഉടച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന തന്റെ മക്കളുടെ ഉള്ളിൽ ആമേശ്വരം വെളിപ്പെടാനായി, പുറത്തു വരാനായി യേശുവിന്റെ കരം നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നീ ശബ്ദം കേട്ട് വാദം തുറന്ന ഇന്ന് ഈ വൈകുവേളയിൽ നിന്നോടുകൂടെ പാർപ്പാൻ ശക്തനായ ഒരു കർത്താവത്രേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. ഇന്ന് പകൽ അവൻ 38 വെളിപ്പാട് പഠിച്ചാൽ നമുക്കറിയാം. അവൻ ഏലീശയ്ക്ക്, മോശയ്ക്ക് ഒക്കെ ദൈവത്തിന്റെ കരുണയുണ്ടായി. പത്രോസിനുണ്ടായി, പൗലോസിനുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം പഠിച്ചാൽ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ ലഭിച്ചു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ കരുണ ലഭിച്ചു. സ്തോത്രം. ഈ ഭാഗ്യം ദൈവത്തെ അറിയാൻ തന്നെ സ്തോത്രം ഭാഗ്യം ഉണ്ടായ ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. കരുണ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് ഈ വൈകുവേളയിലും ഈ സന്ധ്യ സമയത്ത് ലൈവിൽ കാണുന്ന നിങ്ങൾക്കും കരുണ ലഭിച്ചത് കൊണ്ട് സ്തോത്രം എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. സ്തോത്രം. വായിച്ചേ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അർത്ഥപ്രാണനായി വടിയിലിട്ടിട്ട് പോയ അവയെ പുരോഹിതൻ കണ്ടിട്ട് കാണാതെ പോയി, ലേവ്യൻ കണ്ടിട്ട് കാണാതെ പോയി. നല്ല ശമരിയക്കാരൻ താഴെ ഇറങ്ങി അവന്റെ വാഹനത്തിൽ കയറ്റി സ്വത്രം വടിയമ്പലത്ത് കൊണ്ടുപോയി കയ്യിലിരുന്ന കാശും കൊടുത്ത് അവന് വേണ്ട ചികിത്സയ്ക്കോ എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ബാക്കിയുള്ള ബില്ലെല്ലാം സൂക്ഷിച്ചു വരെ എന്തെങ്കിലും കൂടുതലായി ഞാൻ തരാം. എന്നിട്ട് താഴോട്ട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ഈ നല്ല ശമരിയക്കാരൻ ചോദിച്ചു, ഇതിൽ ആരാകുന്നു? സ്തോത്രം, നല്ല കൂട്ടുകാരൻ. പുരോഹിതനാണോ, ലേവ്യനാണോ? സ്തോത്രം, നല്ല ശമരിയക്കാരനാണോ? പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീയും പോയി കരുണ കാണിക്കുക. തകർന്നു കിടക്കുന്നവനെ, അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നവനെ, ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അത് മുസൽമാനാണെങ്കിലും അവർ മനുഷ്യരത്രേ. സ്തോത്രം. നീ സംഘടന നോക്കി AG എന്നോ IPS എന്നോ ഷാരോണെന്നോ ന്യൂട്രിന്ത്യ എന്ന് സ്തോത്രം ചർച്ചോ ബോർഡെന്നോ കത്തോലിക്കെന്നോ CSCക്കാരെന്നോ സ്തോത്രം ലൂതർ മിഷൻ എന്നോ സ്തോത്രം അല്ലെങ്കിൽ ഹിന്ദു എന്നോ മുസൽമാനോ നോക്കാതെ വഴിയിൽ അർത്ഥപ്രാണനായി ശത്രുവിന്റെ ഉപദ്രവത്തിൽ കിടക്കുന്നവരെ വിടിവിപ്പാനാ ഇന്ന് പകലും കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏത് ലോകത്തിലായിക്കട്ടെ ശത്രുവാകുന്ന സാത്താൻ പലരെയും തകർത്തിട്ടിരിക്കുമ്പോൾ, രോഗത്തിലിട്ടിരിക്കുമ്പോൾ, കടഭാരത്തിലിട്ടിരിക്കുമ്പോൾ, പ്രശ്നത്തിലിട്ടിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലിട്ടിരിക്കുമ്പോൾ നല്ല ശമയക്കാരൻ പറഞ്ഞുകൊണ്ട് നീ പോകുക. നീ കരുണയില്ലാത്ത ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു, നിന്നെ ഉപദ്രവിച്ചു, നിന്നെ തകർത്തിട്ടിരുന്നു. മുഖാന്തരം നിനക്കൊരു വിടുതലുണ്ടായെങ്കിൽ ഇന്ന് ഈ സമയത്ത് പരിശുദ്ധമാച്ചവരോട് പറയുന്നു, പോകുക. നീയും പോയി നന്മ ചെയ്യുക, കരുണ ചെയ്യുക, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുക. ഈ നല്ല ശമരിയക്കാരൻ പറഞ്ഞു കൊടുക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പാപത്തിലും ശാപത്തിലും ഞാനും നിങ്ങളുമായിരുന്നപ്പോൾ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. സ്തോത്രം. ക്രിസ്തു അതിന്റെ പാറമെന്നോർത്ത് ഇന്ന് ഈ വൈകവേളയിലും ഒരു വൈറസും തൊടാതെ, ശാപങ്ങൾ തൊടാതെ, രോഗങ്ങൾ തൊടാതെ എന്നെയും നിന്നെയും നിർത്തിയിരിക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ കൃപയെന്ന് ഈ വൈകവേളയിൽ നീ മനസ്സിലാക്കി. യേശുവിന്റെ നാമത്തിൽ സഹോദര, മാതാവേ, പിതാവേ, നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയത്രേ. പോകുക. നീയും പോയി കരുണ ചെയ്യുക. ഈ കൊറോണ കാലത്ത്, ഈ പേമാരിയുടെ കാലത്ത്, ഈ യുദ്ധത്തിന്റെ കാലത്ത് നീ പോകുക. നിന്നെ കൊണ്ട് കഴിയുന്നത് നീയും ചെയ്യുക. അതാ നല്ല ശമരിയക്കാരനായ കർത്താവ് പറയുന്നത്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നീയും ചെയ്യാം. നിന്റെ പ്രാപ്തിക്കനുസരിച്ച് നീ ചെയ്യണം. നീ പെന്തക്കോസ്തുകാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ നീ മിണ്ടാതിരുന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ നിന്നോട് ചോദിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പാസ്റ്ററായിരിക്കാം, ആരായിക്കോ, നിന്നെ കിട്ടുന്നത് പോലെ നീയും പോയി കരുണ ചെയ്യുക. നീ സ്തോത്രം, ഹല്ലേലൂയ. അടച്ചു വീട്ടിലിരിക്കുന്ന സംഭവം ഇരിക്കണമെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, കരുണ ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ നീ കരുണ ചെയ്യുക. നീ പോകുക.
യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ നീ ചെയ്യുക പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവൻ നല്ല ശമരക്കാരനായ ക്രിസ്തു ഹല്ലേലൂയ വഴി അമ്പലത്തിൽ അവൻ കൊണ്ടെത്തിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നീയും പോകുക, നീയും പോയി അങ്ങനെ ചെയ്യണം. അവൻ കള്ളന്മാരെ അവൻ കയ്യിൽപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, സാത്താന്റെ കരത്തിൽ കള്ളനാകുന്ന സാത്താന്റെ കരത്തിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ജാതി നോക്കാതെ മതം നോക്കാതെ പേര് നോക്കാതെ അവൻ സ്വന്തം നീയും പോയി വിട്ടുവെച്ച് കൊണ്ടുവന്ന് ആമേ സ്വത്രം വഴിയമ്പലത്തിലെത്തിക്കാം. ആമേ സ്വത്രം ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഒരു വഴിയമ്പലമാണ്. നിന്റെ കയ്യിൽ കിട്ടിയവരെ നീ പരിപാലിക്കണം. നീ ആമേ സ്വത്രം കൊണ്ടുവരണം. ആമേ സ്വത്രം നിന്നിൽ കൊണ്ട് കഴിയുന്നതൊക്കെ നീ ചെയ്യണം. അപ്പോഴാണ് നല്ലവനായ ആമേ സ്വത്രം നല്ലവനായ ശമര്യക്കാരൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ ദേശത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് ഈ വൈകവേളയിൽ കണ്ണുകളെ ചോദിപ്പിച്ച് പ്രാർത്ഥിച്ചേ. ആമേ കർത്താവേ, ചില രോഗാവസ്ഥയിലായിരിക്കുന്നു, അപ്പാ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. അവരോട് ഇന്ന് പകൽ ആമേ ഈ സന്ധ്യ സമയത്ത് അവയെ മനസ്സലിയണമേ, അവനെ സൗഖ്യമാക്കണമേ, അവനെ വിടിപ്പിക്കണമേ കർത്താവേ. തകർന്നിരിക്കുന്നവരെ ആമേ സ്തോത്രം പണിയുന്ന വൈകവേളയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നല്ല ശമര്യക്കാരനെയും കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം കർത്താവേ നല്ല ശമര്യക്കാരന്റെ മാതൃകയായി മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഞങ്ങളുടെ ദേശങ്ങൾ, ഞങ്ങളുടെ പട്ടണങ്ങൾ, ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കാൻ നന്ദിയപ്പ. ഈ പ്രതിസന്ധികൾ മാറിപ്പോകാനുള്ള ദിവസങ്ങളായി മാറാൻ പോകുന്നതിനായി നന്ദിയപ്പ. പഴയതുപോലൊരു കാലം യേശുവിൻ നാമത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കാൻ നന്ദി. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിലയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ കരം, ആമേ നല്ല ശമര്യക്കാരന്റെ കരം, യേശു ക്രിസ്തുവിന്റെ കരം വെളിപ്പെട്ട് തുടങ്ങിയിരിക്കാൻ നന്ദി. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആമേ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ.